സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, ദൈവത്തിന്റെ മക്കളെന്ന് പറയപ്പെടുന്നവർ യഥാർത്ഥമായിട്ടും നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ലാതെ സ്വർഗത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നതായ ദൈവത്തിന്റെ വചനം നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ? അനേകം ആളുകളുടെ വിശ്വാസം നാമമാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ആളുകളും ചില ആചാരങ്ങളും പദ്ധതികളും ഒക്കെ ജീവിതത്തിൽ ആചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയുന്നു. അത് അവർ പഠിച്ചു വച്ചിരിക്കുന്നതാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ഉള്ളത്തിൽ നിന്ന് വരുന്നത് അല്ല. കർത്താവേ, കർത്താവേ, യേശുവേ, യേശുവേ, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, കർത്താവേ, കർത്താവേ എന്നുള്ള വാക്കുകൾ ഉരുവിടുകയല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളത്തിൽ നിന്ന് വരുന്നതല്ല. അനേകം ആളുകളും അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതായിട്ട് ആലയത്തിൽ വരുന്നതായ സമയത്ത് മുഖം നീട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾ മുഖം നീട്ടിയിരിക്കുന്നത് ഭക്തിയാണെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. മുഖത്ത് ഭക്തിയുടെ ഭാവം കാണിക്കുന്നതല്ല യഥാർത്ഥത. ആചാരഭക്തി, അലങ്കാരത്തിനുള്ള ഭക്തി, വേഷഭൂഷാദികൾ കൊണ്ട് നിറഞ്ഞതായ ഭക്തി യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ഭക്തിയല്ല. അനേകം ആളുകളുടെ വിശ്വാസം അവരുടെ സംസാരത്തിൽ കൂടി, അതുപോലെ അവരുടെ വേഷഭൂഷാദികളിൽ കൂടി, അവരുടെ രീതികളിൽ കൂടി കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഭക്തി യഥാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭക്തിയാണ്. അന്തരംഗം ശുദ്ധിയുള്ളതായിരിക്കണം. അന്തരംഗം ശുദ്ധിയാകണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ ലോകത്തിലെ ഒരു മന്ത്രവും ഒരു മായയും ഒന്നും ഉപയോഗപ്രദമാകില്ല. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം വിലയായിട്ട് നൽകുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായത്. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ശുദ്ധീകരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ, അത് അനുഭവിക്കുന്നവർ ഒരു പുതിയ ജീവിതത്തെ കരസ്ഥമാക്കാനിടയാകും. വെറുതെ പേരുകൾ മാറ്റുക, വെറുതെ വേഷധാരണങ്ങൾ മാറ്റുക, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വ്യർത്ഥമായിട്ടുള്ളതായ, പ്രയോജനകരമില്ലാത്തതായ കാര്യങ്ങളാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ വേഷങ്ങൾ മാറാൻ പറഞ്ഞില്ല, പേരുകൾ മാറാൻ വേണ്ടി പറഞ്ഞില്ല, ഉടനെ പോയി സ്നാനപ്പെടാൻ പറഞ്ഞില്ല. ആ കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. മനസ്സ് മാറേണ്ടതാണ്. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ, ഹൃദയമെന്ന് പറയുമ്പോൾ, അത് എല്ലാറ്റിനേക്കാളും ദോഷമുള്ളതാണ്. അത് വ്യാധി പിടിച്ചതാകുന്നു. അതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആരാണ്? ഹൃദയം എവിടെയാണുള്ളത്? എവിടെയുണ്ടെന്ന് നാം പറയും. മനസ്സെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പഠിച്ചതായ ആളുകൾ പറയാറുണ്ട്, മനസ്സെവിടെയാണ് ഇരിക്കുന്നത്? ഈ ഇരിക്കുന്നത് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമാണ്. ഇവിടെയാണ് നമ്മുടെ തലച്ചോറായിരിക്കുന്നത്. അങ്ങനെയാണ് നാം ചിന്തിക്കുന്നതെന്ന് പറയും. അത് തലച്ചോറാണല്ലോ, നമ്മുടെ മനസ്സെങ്ങനെയാകും? എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മനസ്സുണ്ട്. എന്നാൽ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടോ ഇല്ലയോ? മനസ്സുണ്ട് എന്നത് സത്യമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. നമ്മുടെ ആലോചനകൾ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ വ്യക്തിത്വം നമ്മുടെ മനസ്സിലാണുള്ളത്. അവിടെയാണ് മാറ്റമുണ്ടാകേണ്ടത്. അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകണം. അവിടെ യേശുക്രിസ്തു ആ മനസ്സിലേക്ക് കടന്നു വരണം. പാപി തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഒരേ ഒരു മരുന്ന് മാത്രമാണുള്ളത്. ഒരു വ്യക്തിക്ക് തൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് പശ്ചാത്തപിക്കണം. പശ്ചാത്താപം, അനുതാപം എന്ന് പറയുമ്പോൾ റിപ്പൻഡൻസ് എന്നാണ് പറയുന്നത്. റിപ്പൻഡ് എന്ന് പറഞ്ഞാൽ ടേൺ ബാക്ക്. നീ നിന്റെ ഇഷ്ടപ്രകാരം പാപത്തിന്റെ വഴിയിൽ കൂടി മുൻപോട്ട് പോകുന്നു. എന്നാൽ യേശുക്രിസ്തു ആ സ്നേഹത്താൽ നിന്റെ പിന്നാലെ വരികയാണ്, നിന്നെ വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ദ്രോഹികളായിരിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. അവിശ്വാസികളായിരിക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ വിടുവിക്കും. ഞാൻ നിങ്ങൾക്ക് സൗഖ്യം നൽകും. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. ഞാൻ നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു. എന്നാൽ നാം കർത്താവിൻ്റെ വാക്ക് കേൾക്കുന്നില്ല. കാരണം എന്താണെന്നാൽ നാം എതിരായിട്ടുള്ള മാർഗത്തിൽ കൂടി കർത്താവിനെതിരായിട്ട് നീങ്ങുകയാണ്. മനുഷ്യന് ഒരു വഴി ചൊവ്വുള്ളതായി തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ഇപ്പോഴുള്ള പുതിയ തലമുറ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരം, എൻ്റെ സമയം, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കാര്യമാണിത്. എനിക്ക് ആരെയും നോക്കണ്ട.
ഒരു നിയമത്തിനും ഒരു അധികാരികൾക്കും എന്നെ തടയുവാൻ കഴിയില്ല. എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പാപം ചെയ്യും. കല്യാണത്തിന് മുമ്പ് ഇഷ്ടം പോലെ ഞാൻ പാപം ചെയ്യും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം പോലെ പാപം ചെയ്യും. നീ ആരാണ് എന്നോട് ചോദിക്കാൻ? എൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടോ? ആ ചിലർ വായ് തുറന്നാൽ പിന്നെ പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റേത്, എനിക്ക്, എല്ലാത്തിലും ഞാൻ എന്ന് പറയുന്നു. എന്താണ്? ഇംഗ്ലീഷിൽ ഐ എന്നുള്ള ഒരു അക്ഷരമുണ്ടല്ലോ. ഓരോ വ്യക്തികളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായ അക്ഷരം ഐ ആണ്. എല്ലാവരും ഞാൻ എന്ന് പറയും. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ ഞാൻ മരിക്കുവാനിടയാകണം. ആ ധനവാന് നല്ല വിളവ് ലഭിക്കാനിടയായി. വിളവ് ലഭിച്ച ധനവാൻ എന്താണ് പറയുന്നത്? എനിക്ക് നല്ല വിളവ് ലഭിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ എന്തു ചെയ്യും? എൻ്റെ കളപ്പുരകൾ അഴിച്ച് വലിയ കളപ്പുരകളാക്കി അതിലെല്ലാം എൻ്റെ ധാന്യം നിറച്ച് എന്നിട്ട് സുഖമായിരുന്ന് എൻ്റെ മനസ്സെ തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക എന്ന് ഞാൻ പറയും. എൻ്റെ വിളയാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ വസ്തുവാണ്, എൻ്റെ പണമാണ്, എൻ്റെ ഇഷ്ടം. ഇത് പാപത്തിൻ്റെ ഒരു പര്യായ പദമാണ്. ഞാനെന്ന അഹംഭാവത്തിൽ നിന്നാണ് പാപമുണ്ടായത്. ആ ഗർവത്തിൽ നിന്നാണ് പാപം ഉണ്ടായത്. ഇന്ന് എത്രയോ ആളുകൾ സ്വാർത്ഥതയാൽ നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമായിട്ട് ചെയ്യുന്നുണ്ട്. ദൈവം പറഞ്ഞു, മൂഢ, ഇന്നു രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ആരുടേതാകും? എപ്പോഴും നീ എൻ്റേതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ മരിച്ചു പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചിയോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയെന്നിരിക്കട്ടെ, അവരുടെ ജീവിതകാലം അത്രയും എൻ്റെ വടി, എൻ്റെ കണ്ണട, എൻ്റെ ചെരുപ്പ്, എൻ്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞാണ് അവർ ജീവിച്ചത്. എന്നാൽ ഇപ്പോഴെന്താണ് പറയുന്നത്? എൻ്റേതെന്ന് പറയുമോ? എൻ്റേതെന്ന് പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? അവരുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ച കണ്ണടയും ആ വടിയും ആ താക്കോൽക്കൂട്ടവും ആ ചെരുപ്പും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. നമ്മൾ നഗ്നരായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, നഗ്നരായിട്ട് തന്നെ മടങ്ങി പോകും. ഈ ലോകത്തിലുള്ള മനുഷ്യർ എന്തൊക്കെയോ ഈ ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടണമെന്നും തൻ്റെതായി എന്തൊക്കെയോ ചെയ്യണമെന്നും ആലോചിക്കുകയാണ്. തൻ്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാനാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തിൽ കടക്കണമെന്നുള്ളതായ ആശയോടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞു, ഞാനല്ല, ഇനി ക്രിസ്തുവത്രേ. ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഞാൻ ചാവണം, ക്രിസ്തു എന്നിൽ ജീവിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയൂ. യേശു എന്നിൽ വസിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. എൻ്റെ കൈകൾ യേശുവിന് വേണ്ടി ഉപയോഗിക്കുന്നെന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഭാര്യയെ അടിക്കുവാൻ കരമുയർത്തുന്നവർ എന്താണ് ചെയ്യുന്നത്? നോക്കുക, ഈ പുരുഷന്മാർ തങ്ങളുടെ ശക്തിയെല്ലാം ആരുടെ മേലാണ് കാണിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വെളിയിൽ പോയി ആരോടെങ്കിലും തല്ലുകൂടിക്കൂടെ? അത് പേടിയാണ്. ആ ഭാര്യയുണ്ടല്ലോ, അതുകൊണ്ട് ഭാര്യയുടെ പുറത്തിനിട്ട് ഠും ഠും എന്നിടിക്കാം. നിന്റെ ഭാര്യയെ നീ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കുക. നിന്റെ ഭാര്യ നിനക്ക് തക്കതായ തുണയായിട്ടാണ് തന്നിരിക്കുന്നത്. അവൾ ബലഹീന പാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനത്തോടെ കുടുംബജീവിതം നയിക്കുക. നിന്റെ ഭാര്യയെ നീ നിന്റെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. നിന്റെ ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവളെ നിനക്ക് തല്ലണമെന്ന് തോന്നിയാൽ നിന്നെ തന്നെ തല്ലുക. നിന്റെ ശരീരവും അവളുടെ ശരീരം ഒന്നാണല്ലോ, നിന്നെ തന്നെ തല്ലുക. എന്താണ്? ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയും, ബൈബിൾ എടുത്തുകൊണ്ട് പാട്ട് പാടാൻ പോകും, ആരാധിക്കും, അതുപോലെ യേശുവെ രക്തത്താൽ ജയം ജയം എന്ന് പറയും. എന്നാൽ മോശമായ കാര്യങ്ങളും ചെയ്യും. എന്താണ്? മോഷണം ചെയ്യും, വഞ്ചന കാണിക്കും. വെളിയിൽ പോയിട്ടല്ല മോഷ്ടിക്കുന്നത്, ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചില സഹോദരിമാർ മോഷ്ടിക്കുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് എടുത്തുകൂടെ? അങ്ങനെ ചെയ്യില്ല. ഭർത്താവ് കുളിക്കാൻ പോകുമ്പോൾ ഷർട്ടൂരി അവിടെ ഇടും, അപ്പോൾ പതിയെ പോക്കറ്റിൽ കൈയിടും. 10 നോട്ടുണ്ടെങ്കിൽ 1 നോട്ട് മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കി എടുക്കുകയില്ല. ഭർത്താവ് കുളി കഴിഞ്ഞ് വന്നിട്ട് പൈസ എടുത്ത് ഇങ്ങനെ ഓരോന്ന് എണ്ണി നോക്കുകയാണ്. എന്താണ്? 1 നോട്ട് കാണുന്നില്ല. നീ എടുത്തായിരുന്നോടി? ഏയ്, ഞാൻ കണ്ടില്ല. ചില സ്വന്തം മാതാപിതാക്കളുടെ പണമാണ് മോഷ്ടിക്കുന്നത്. തൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ട് മോഷ്ടാവല്ല എന്ന് പറയുന്നതായ വ്യക്തി കള്ളൻ്റെ അപ്പനാണെന്നാണ് പറയുന്നത്.
മാതാപിതാക്കളുടെ വസ്തുക്കൾ കവർച്ച ചെയ്യുന്ന ആളുകൾ, എത്രയോ ആളുകൾ ഇന്ന് സ്വന്തം കൈകൾ കൊണ്ട് വഞ്ചന ചെയ്യുന്നു, ചതി കാണിക്കുന്നു, മോഷണം നടത്തുന്നു, കള്ള ഒപ്പുകൾ ഇടും. ഇപ്പോൾ തന്നെ ഓർത്തുകൊള്ളുക, നിങ്ങൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ യേശുവിൻ്റെ കൈകളാണ്. നിങ്ങളുടെ കാലുകൾ യേശുവിൻ്റെ കാലുകളാണ്. നിങ്ങളുടെ കാലുകൾ കൊണ്ട് അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ പാടില്ല. ദോഷകരമായ സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് പാടില്ല. സിനിമാ ഹാളിലേക്ക് ഓടുന്ന കാലുകൾ എങ്ങനെ യേശുവിൻ്റെ കാലുകളായിട്ട് മാറും? അശുദ്ധമായ സ്ഥലങ്ങളിൽ ഞാൻ പോവുകയില്ല. അശുദ്ധമായ കാര്യങ്ങൾ ഞാൻ നോക്കുകയില്ല. എൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളാണ്. അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ ദൃഷ്ടി അയക്കില്ല. നോക്കുക, സ്വർഗത്തിൽ പോകുവാൻ എത്ര പേർക്ക് ആശയുണ്ടെന്ന് എവിടെ പോയി ചോദിച്ചാലും എല്ലാവരും ആശയുണ്ടെന്നാണ് പറയുന്നത്. ആരും ആശയില്ല എന്ന് പറയില്ല. സത്യമാണ്, എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാനുള്ള ആശയാണുള്ളത്. ആർക്കും അഗ്നിയാൽ നിറയപ്പെട്ടതായ ആ നരകത്തിലേക്ക് പോകണമെന്നുള്ള ആശ ഇല്ല. സത്യമാണ്, നരകമെന്നത് മനുഷ്യന് വേണ്ടിയല്ല ദൈവം ഉണ്ടാക്കിയത്. നരകം സൃഷ്ടിച്ചത് പിശാചിനും അവന്റെ അനുചരന്മാർക്കും വേണ്ടി ആകുന്നു. എന്നാൽ ഇന്ന് പിശാചിനെ അനുസരിക്കുന്ന എല്ലാവരും പിശാചിനോടൊപ്പം നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. പിശാചിനെ അനുസരിക്കുന്നതായ വ്യക്തികൾ, പിശാചിന്റെ സ്വഭാവമുള്ള ആളുകൾ, ദുഷ്ടതയും അതുപോലെ തന്നെ മോഷണവും മദ്യപാനവും, എത്രയോ ആളുകൾ ഇങ്ങനെ ഇന്ന് അശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്. ഒരു നിമിഷം ചിന്തിക്കുക, നാം എല്ലാവരും പാപികളാണ്. എന്നാൽ കഴുകപ്പെട്ടതായ പാപികളുണ്ട്, കഴുകപ്പെടാത്തതായ പാപികളുമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഒരു പാപി കഴുകപ്പെടുമ്പോൾ അവൻ പരിശുദ്ധനാകുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടാത്തതായ വ്യക്തി പാപിയായിട്ട് തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. നീ കഴുകപ്പെട്ടതാണോ? തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഒരു വലിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ വേഗത്തിൽ യേശുക്രിസ്തു മേഘാരൂഢനായിട്ട് വരാൻ പോവുകയാണ്. ആ സ്വർഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട്. അവൻ വരുന്നതിന് മുൻപ് നീ നിന്റെ ജീവിതത്തെ മാറ്റുന്നില്ല എങ്കിൽ അയ്യോ, അത് വേദനാജനകമായ സമയമാണ്. അപ്പോൾ മാറത്തടിച്ച് നിലവിളിച്ചാലും നിന്നെ വിടുവിക്കുവാൻ ആരും കാണില്ല. അത് നിന്റെ മദ്യപാനമാണെങ്കിലും, അത് നിന്റെ വ്യഭിചാരമാണെങ്കിലും, അത് നിന്റെ ദുഷ്ടബുദ്ധിയാണെങ്കിലും, അത് നിന്റെ നീച സ്വഭാവമാണെങ്കിലും, നിന്റെ പഴയ ആദാമിന്റെ സ്വഭാവമാണെങ്കിലും, ഇന്നു തന്നെ നിന്നെ കഴുകുവാനായിട്ട്, നിന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് പകരപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ നിന്റെ പഴയ സ്വഭാവം കത്തിയമർന്നിട്ട് ഇനിയും നീ പാപം ചെയ്യാതെ, ഇനിയും നീ ജഡത്തെ സ്നേഹിക്കാതെ കർത്താവിന്റെ വിശ്വസ്ത സാക്ഷിയായി ജീവിക്കുന്നതിനു വേണ്ടി ഒരു അത്ഭുത കാര്യം നടക്കാൻ പോകുന്നു. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, മനസ്സ് തുറന്നുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ ദർശിക്കണമേ. അവരുടെ നെടുവീർപ്പുകളെ കേട്ടിട്ട്, അവരുടെ പ്രാർത്ഥനയെ നീ കേട്ടിട്ട് കർത്താവേ, അവർക്ക് നീ വിടുതൽ കൊടുക്കുമാറാകണമേ. ഇവിടെയുള്ള മദ്യപാനികളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇനിയൊരിക്കലും അവർ മദ്യപിക്കാതെ അവരുടെ സ്വഭാവത്തെ മാറ്റണമേ. ഇവിടെയുള്ള കലഹപ്രിയരെ, ഭിന്നത ഉണ്ടാക്കുന്നതായ വ്യക്തികളെ, ദുഷ്ട സ്വഭാവമുള്ളതായ വ്യക്തികളെ, വ്യഭിചാരം ചെയ്യുന്ന ശീലമുള്ള ആളുകളെ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അവരുടെ ജീവിതത്തിലെ പാപം നിമിത്തം വരുത്തിവെച്ചതായ എയ്ഡ്സ് രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കുമാറാകണമേ അപ്പാ. അവരെ വിടുവിച്ചെടുത്തുകൊണ്ട് നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നീ സഹായിക്കണമേ അപ്പാ. ജീവിതത്തിലുള്ള അവിവേകം കാരണമായി കടബാധ്യതയിൽപ്പെട്ടിട്ട് ഭാരപ്പെട്ട് നിരാശയിലായിരിക്കുന്നതായ ആളുകളുടെ ജീവിതത്തിൽ അപ്പ വലിയ വിടുതൽ കൊടുക്കണമേ. ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്തം കൊടുക്കണമേ. ആ പഴയ ആദാമിന്റെ സ്വഭാവമല്ലാതെ മാറ്റം സംഭവിച്ച് പുതിയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ ദൈവിക കൃപ എല്ലാവർക്കും കൊടുക്കുമാറാകണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ കഴുകുമാറാകണമേ അപ്പാ. ഞങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാനും സ്വർഗരാജ്യത്തിന്റെ അവകാശികളെ ഞങ്ങൾ മാറുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അന്ത്യകാലത്ത് നിറവേറുവാനും പദ്ധതികൾ നടക്കുവാനും സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്നും കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ വരവ് താമസമായിരിക്കുന്നുവെങ്കിൽ വീണ്ടും ദൈവിക കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഒത്തുകൂടുവാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ നിത്യമായിട്ട് നിന്നോടൊപ്പം വസിക്കുവാനുള്ള ഭാഗ്യം നൽകുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ